ന്യൂസ് 18 എക്സ്ക്ലൂസീവ് പ്രതികരണത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലം ഓയൂരിൽ നിന്നും കാണാതായ അബിഗേൽ സാറാ റെജിയുടെ പിതാവ്. മകളെ തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിൽ 4 പേർ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടും ഇക്കാര്യം മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അന്വേഷണം പത്മകുമാറിലും ഭാര്യ അനിതകുമാരിയിലും മകളിലും മാത്രം ഒതുക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ 4ാമതായി ഒരു പുരുഷനുണ്ടായിരുന്നു എന്ന കാര്യം ADGPയോട് വെളിപ്പെടുത്തിയിട്ടും അത് തോന്നലായിരിക്കാമെന്നായിരുന്നു ADGPയുടെ പ്രതികരണം. സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന പോലീസിന്റെ കണ്ടെത്തൽ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. മകളെ ജീവനോടെ കണ്ടെത്തേണ്ടിയിരുന്നതിനാലാണ് പോലീസിനെതിരെ പ്രതികരിക്കാതിരുന്നത്. പുനരന്വേഷണം ആവശ്യപ്പെടാനുള്ള ആസ്തി ഇല്ലാത്തതുകൊണ്ടാണ് അതിന് തയ്യാറാകാതെ ഇരിക്കുന്നതെന്നും റെജി ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേസുമായി ബന്ധപ്പെട്ട്, അതായത് അബിഗേൽ സാറയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം വലിയ തരത്തിൽ ആ സമയത്ത് മാധ്യമങ്ങളിൽ ഈ വാർത്ത നിറഞ്ഞു നിന്ന സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോഴത്തെ നിലവില് എന്ന് പറഞ്ഞാല് അന്വേഷണം അത് കോടതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം 30-ാം തീയതി ആയിരുന്നു ഇപ്പൊ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. 30-ാം തീയതിയില് ഇത് കേസ് വീണ്ടും 6-ാം തീയതിയിലേക്ക് പരിഗണിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഞാൻ വിളിച്ച് തിരക്കിയായിരുന്നു. കാര്യം പത്രത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, കേസ് 30-ാം തീയതിയിലേക്ക് പരിഗണന എടുക്കുന്നുണ്ടെന്നുണ്ട്. അപ്പൊ 30-ാം തീയതി ഞാൻ അന്വേഷിച്ചപ്പോൾ 30-ാം തീയതിയിലെ കേസ് മാറ്റി വീണ്ടും 6-ാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ സംഭവം ഉണ്ടായി ഈ കുടുംബത്തെ, അതായത് ഈ കുടുംബത്തെ, ഒരു മകളും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ പിന്നീട് പിടികൂടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്ര കണ്ട ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ആ ഘട്ടത്തില് റെജിക്കോ ഭാര്യയ്ക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു അറിവില് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ശക്തമായിട്ട് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാര്യം നമ്മൾ ആ ഒരു ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഒരു ഫാമിലി ഇത്തരത്തിലൊരു ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഇത്രയും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ ചാനലുകള് അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ടൈമില് ഒരിക്കലും ഒരു ഫാമിലി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു, ഞങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണ് അവര്. വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങള് ഈ രീതിയിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവാ, ഏതെല്ലാം രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യം, അവർക്ക് അതിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, കാറുകളുണ്ട്, സാമ്പത്തികമായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ അവരുടെ സ്ഥലമൊക്കെ പോയി കണ്ടതാണ്, ഈ എസ്റ്റേറ്റൊക്കെ പോയി. അപ്പൊ അതിൽ ഒരു ഭാഗം വിറ്റ് കഴിഞ്ഞാൽ തീരുന്ന കടമ അവർക്ക് ഉള്ളായിരിക്കാമെന്നാണ് ഞങ്ങൾക്കും അന്നൊക്കെ കിട്ടിയ വിവരം. അല്ല, അതിനകത്ത് ഇപ്പൊ എനിക്ക് എന്റെ കൂടെ ചോദിച്ചവർ 10 ലക്ഷം രൂപ തരികയാണെങ്കിൽ കുഞ്ഞിനെ വിട്ടു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ 2 കാറ് കണ്ടിട്ട് ആ 2 കാറ് കൊടുത്താൽ പോലും അവർക്ക് 10 ലക്ഷം രൂപ കിട്ടും. അപ്പൊ എന്റെ സംശയം അതല്ല റജി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചത് നിലവിൽ ആരോപണ വിധേയനായിട്ടുള്ള ADGP MR അജിത് കുമാർ ആയിരുന്നു. അദ്ദേഹമാണ് ഇവരെ വിശദമായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തു വന്ന് പെട്ടെന്ന് ആർക്കും അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇന്നതായിരുന്നു സാഹചര്യം, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ അവർ തയ്യാറാക്കിയതെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഇത് റജി ഉൾക്കൊണ്ടിട്ടുണ്ട്? അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം റജി വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാര്യം അത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത കൊണ്ട് അവർ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. പക്ഷെ എങ്കിലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തിൽ ഇരിക്കുന്നതും അന്വേഷണം അന്വേഷിച്ച് ആ കാര്യങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ അതിനകത്തോട്ട് കൂടുതൽ ഇൻവോൾവ് ആയില്ല. കാരണം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം, സമൂഹത്തില് പല കുഞ്ഞുങ്ങളും ഇങ്ങനെ സംഭവത്തില് ഏത് രീതിയിലാണ് സാഹചര്യമുണ്ട്. പക്ഷെ ആ പിന്നീട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏക്കാതെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൈ കിട്ടി. അല്ല, അത് മനസ്സിലാക്കുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഈ 3 പേർക്ക് പുറമെ വേറെ ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയം നിങ്ങൾ പോലീസിനോട് പറയുകയോ
ആ രീതിയിലേക്ക് ഇവർ അന്ന് അന്വേഷണം നടത്തുകയോ ചെയ്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നമ്മള് പലപ്പോഴും ആ ഒരു അന്വേഷണ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് സാറേ, നമുക്ക് അപ്പം എന്റെ മകൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് 4ാമതൊരാളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് 4ാമതൊരാളല്ല 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. ജോനതൻ അന്ന് പറഞ്ഞത് 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മെയില്, ഒരാണും ഒരു അങ്കിളും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് അന്വേഷണത്തിൽ നമുക്ക് 3 പേരെ ഉള്ളെന്നുള്ളതായിട്ടാണ്. അതായത് ഈ ചിത്രത്തിലേക്ക് ഈ 4ാമതുള്ള അജ്ഞാത വ്യക്തി, നിങ്ങളുടെ മോഹൻ പറഞ്ഞ ഈ അജ്ഞാത വ്യക്തി ഈ എന്ന ആള് പിന്നീട് ഈ ചിത്രത്തിലില്ല, ഈ കേസിൽ മോന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അന്നും 4 പേരുണ്ടായിരുന്നു, 4 പേരാ അതില് ഫ്രണ്ടിലൊരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. അല്ല, ബാക്കി മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായി വരികയും 4ാമതുള്ള ഈ ആളെ പറ്റി ഉള്ള കാര്യം മാത്രം മോന് തോന്നിയതാണ് എന്നാണ് അവർ പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവാർഡ് കൊടുക്കുന്ന തരത്തിലേക്ക് ഇവരെ ഈ പോലീസ് എത്തിയായിരുന്നു അല്ലെ? അതെ, തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ആ ഒരു ഛായാചിത്രം വരയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ, അപ്പൊ അവരോട് ചോദിച്ചാൽ അറിയാം. നമുക്ക് അന്ന് വന്ന് ഛായാചിത്രം വരയ്ക്കാൻ വന്നവരുടെ ചോദിച്ചാൽ പോലും അവരന്ന് ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് വ്യക്തമായിട്ട് മോനും മോളും അവരുടെ മുഖം എങ്ങനെയാണ്, ഏത് ഷേപ്പാണെന്നുള്ളത് വ്യക്തമായിട്ട് അവരാണ് അവർക്ക് ഇത് ചെയ്തു കൊടുത്തത്. അതായത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ രേഖാചിത്രം വരയ്ക്കുകയും അവരെ പിടികൂടാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു കാര്യം, അതായത് ഈ 4ാമതൊരു വ്യക്തി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നെന്ന് ജോനാഥൻ കൊടുത്ത മൊഴിയിൽ പിന്നീട് അന്വേഷണം നടന്നില്ല. അത് പിന്നെ അവര് മകൻ കൊടുത്തു. പക്ഷെ അവര് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു വ്യക്തി ഇല്ല, 3 പേരെ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് ആ കാര്യം വന്നെത്തുകയുണ്ടായി. അല്ല, അങ്ങനല്ല. ഈ 4ാമതൊരു വ്യക്തി ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാരാണ്? ADGP ആയിരുന്നു? അവരാണ് അന്വേഷണ സംഘമാണ് പറയുന്നത് 4ാമതൊരു വ്യക്തി ഇല്ല എന്നുള്ളത്. ബാക്കി മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജോനാഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. ഈ ഒരു കാര്യം മാത്രമില്ല, ഈ കുടുംബത്തിലേക്ക് അങ്ങ് ഒതുങ്ങി. ഒതുങ്ങി. കാര്യം വെള്ള കാറെന്ന് പറയുന്നു, മറ്റേ ലേഡീസിന്റെ കാര്യങ്ങൾ പറയുന്നു, കാറിൽ പുള്ളിക്കാരൻ തൊപ്പി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്നത് എല്ലാം കറക്റ്റ് ആയിരുന്നു. അവൻ കമ്പ് കൊണ്ട് അടിച്ചെന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നു. വണ്ടിയിൽ തൂങ്ങി അവന്റെ മുട്ട് മുറിഞ്ഞെന്നുള്ളത് പറയുന്നു. അതെല്ലാം എല്ലാ കാര്യങ്ങളും വൈറ്റ് കാറാന്ന് പറയുന്നു. ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവൻ അതിന്റെ എല്ലാം പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, 4ാമതൊരാളുണ്ടായിരുന്നു എന്ന്. അതവൻ അന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് അതൊരു പുരുഷനായിരുന്നു എന്നാണോ പറഞ്ഞത്? അത് പുരുഷനായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ എന്റെ സംശയമുള്ള കാര്യം, അങ്ങനെ ഇവരെ ഈ 3 പേരിലേക്ക് അന്വേഷണം ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് റജി മനസ്സിലാക്കുന്നത്? റജിക്ക് അപ്പോഴുണ്ടായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു അന്വേഷണ സംഘം അന്വേഷിച്ച് അത് 3 പേരാണ്, സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് ചെയ്തത്, അവരങ്ങനെ ചെയ്തതാണെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞായിരുന്നു. പിന്നെ എന്താണെന്നുള്ളത് ഇനി നിയമം അല്ല, ഇത് ഒരുപാട് കുട്ടികളെ ഇതുപോലെ കാണാതെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന സത്യം നിങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മറ്റു കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാൻ സാധിച്ചത് ഇവരുടെ ലിസ്റ്റിൽ തന്നെ കുട്ടികൾ എണ്ണം കൂടുതലുണ്ടെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതായത് ഈ പോലീസ് പിടിച്ചെടുത്ത ലിസ്റ്റിൽ അവരുടെ ഒരു ഡയറിയോ എന്തോ ഒരു ഇതില് അവരുടെ ലിസ്റ്റിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഇത് എണ്ണം ഉണ്ടെന്നുള്ളതാണ് അന്നത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഈ 3 പേർക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യം അല്ല ഇതെന്നാണോ? അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മാത്രമല്ല ഇപ്പോഴും പൊതുസമൂഹം ഇന്നും എല്ലാ ദിവസവും ഒരു വ്യക്തിയെങ്കിലും എന്നെ കാണുമ്പോൾ അത് പറയും, ആ കേസ് എന്തായി, എന്താണ് അതിന്റെ അന്വേഷണം, എങ്ങനെ പോയി, ആ 3 പേരിൽ മാത്രം ഒതുങ്ങിയോ കേസ് എന്ന് ചോദിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഒരു 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്നു, വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു, എല്ലാ രീതിയിലും ചെയ്യുന്നു. ആ കുട്ടിയുടെ പിതാവ് എനിക്ക് തോന്നുന്നു പിന്നെ TKM കോളേജില് നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു വ്യക്തിയാണ് എഞ്ചിനീയറിംഗിന്. അതുപോലെ പുള്ളിക്കാരത്തിന്റെ വൈഫ് നല്ല വിദ്യാഭ്യാസവും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ളൊരു ഫാമിലിയാണ്. പെട്ടെന്ന് അവര് ഈ രീതിയിലേക്ക് പോകും എന്നുള്ളത് തന്നെ ഒരു സംശയാസ്പദമായ ഒരു കാര്യം തന്നെയാണ്.
അതായത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ആശയം നടപ്പിലാക്കി പണം സമ്പാദിക്കാമെന്ന അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് താഴാൻ മാത്രമുള്ള ഒരു അറിവല്ല ആ കുടുംബത്തിനുള്ള. ഒരിക്കലും ഇല്ല. അതൊരു നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഒരു അങ്ങനൊരു മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമോ അല്ലെങ്കിൽ അങ്ങനൊരു ക്രൈം ചെയ്ത് ആ ക്രൈമിലൂടെ വന്നൊരു ഫാമിലി ഒന്നും അല്ല നമ്മൾ കണ്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എം.ആർ. അജിത് കുമാർ നടത്തിയ മേൽനോട്ടം വഹിച്ച അന്വേഷണത്തിൽ ഈ രക്ഷിക്കാൻ ശ്രമിച്ചത് ആരെയാണെന്നാണ് നിങ്ങളുടെ സംശയം? എന്താണ്? ഞാനിപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാര്യം എന്റെ ഒരു കുഞ്ഞല്ല, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നാളെ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ പേരില് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവര് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് പോകാതെ അന്വേഷണം യഥാർത്ഥമായി പറഞ്ഞാൽ കുറച്ചും കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും എവിടെങ്കിലും എത്തിച്ചേർന്നേ. അല്ല, അങ്ങനെ എന്റെ സംശയം ഒരു കാര്യം കൂടെ, അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയധികം നാളായി ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ അതിലൊരു തുടർന്നൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമുക്ക് വേണമെങ്കിൽ അന്വേഷണ സംഘത്തിനോട് ഇത് തൃപ്തികരമല്ല, ഇതൊരു പുനരന്വേഷണം വേണമെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്പൺ മൈൻഡിൽ ഞാൻ പറയുന്നത് പറയാം, നമ്മുടെ ഒരു വിശ്വാസ രീതി അനുസരിച്ച്, നമ്മുടെ രീതി അനുസരിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ലോകം മുഴുവനും കണ്ണീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞിനെ കിട്ടി. ഇപ്പോഴും നമ്മള് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിന് ആരാണ് ഇത് തെറ്റ് ചെയ്ത്, ആരാണ് കുറ്റം ചെയ്ത്, അല്ല ആരാണ് ഇത് ചെയ്ത്, അവർക്ക് അവരുടെ ശിക്ഷ ദൈവം കൊടുക്കും അല്ലെങ്കിൽ കാലം നാളെ അവർക്ക് കൊടുക്കും എന്നുള്ള നിങ്ങളുടെ വിശ്വാസവുമായി തുടരട്ടെ. അതുമല്ല, ഒരു തുടരന്വേഷണം ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാര്യം നമുക്ക് അതിനുള്ളൊരു ആസ്തിയോ അല്ലെങ്കിൽ അതിനൊരു പിടിപാടോ മറ്റോ കാര്യങ്ങളോ ഇല്ല. എവിടെ എത്തിച്ചേരും, എന്താവും എന്നുള്ള ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു സന്ദേഹമുണ്ട്, ഈ ഒരു വിഷയത്തിലൊരു സന്ദേഹം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പൊതുസമൂഹത്തിനും ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥർ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ ഇതിന്മേൽ തുടർ നടപടികളുമായി മുമ്പോട്ട് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം തരിക, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്നും തന്നിട്ടില്ല. നമ്മള് പിന്നീട് ഇവരുമായിട്ട് ആരുമായിട്ടും സംസാരിച്ചിട്ടില്ല. പിന്നീട് ഞാൻ ഇടയ്ക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇങ്ങനെ കഴിഞ്ഞ 30-ാം തീയതിയിലെ കേസ് എന്തായെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് റജി കേസ് 6-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചേക്കുവാണെന്ന് പറഞ്ഞത്. അതായത് ഈ എം.ആർ. അജിത് കുമാർ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം ഈ ആളുകൾക്ക് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വിശദീകരിച്ചെന്നൊരു നിലപാടിലാണോ നിങ്ങൾ ഈ കുടുംബം ഉള്ളത്? ഞങ്ങളുടെ കുടുംബമല്ല, പൊതുസമൂഹം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു പ്രസ്താവന ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് അതിനകത്ത് ചില വാക്കുകൾ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് എന്നുള്ളത് പൊതുസമൂഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തോട്ട്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ അതിനകത്തോട്ട് ഡീപ്പായിട്ട് കാര്യങ്ങളൊന്ന് നമ്മൾ ആരുടെയും അതിനോടൊരു പ്രതികാര രീതിയിലോ ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ആരാണോ തെറ്റ് ചെയ്തത്, ആരാണോ ചെയ്തത്, അവർക്ക് ശിക്ഷ ലഭിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ലഭിക്കും എന്നുള്ളൊരു ചിന്താഗതിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് പോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് അന്വേഷണം ശരിയായില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമ്പത്തികമോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോ ഒന്നും നമുക്കില്ല. അബിഗെയിൽ